സ്വീകരിച്ചാലും രാജൻ. ഇത് റാണിക്ക്. കേട്ടിരിക്കുന്നു നാം ധാരാളം. കാണാൻ ഏറെ കൊതിച്ചിട്ടുമുണ്ട്. കണ്ടപ്പോഴോ നനച്ചതിലും കേമനാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാമും കേട്ടിരിക്കുന്നു അങ്ങയെക്കുറിച്ച് ഏറെ. പാണ്ഡ്യരാജ്യത്തു നിന്നും പന്തളത്തെത്തിയ രാജകേസരിയെക്കുറിച്ച്. അപ്പോഴേ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നിയതാണ്. തരപ്പെട്ടത് ഇപ്പോഴാണ്. വന്നപ്പോ തന്നെ മായാജാലം കാട്ടി മഹാരാജാവിന്റെ മനസ്സ് കീഴടക്കിക്കളഞ്ഞല്ലോ മഹാമാന്ത്രികൻ. മായാജാലം മാന്ത്രികമല്ല, മനസ്സിന്റെ ഏകാഗ്രതയും കൈയടക്കവുമാണ്. ചിട്ടയായ പരിശീലനവും കൈയടക്കവും കൊണ്ട് മാത്രമേ അത് സ്വായത്തമാക്കാൻ കഴിയൂ. കൈയെത്തുന്നിടത്ത് കണ്ണും കണ്ണെത്തുന്നിടത്ത് മനസ്സും എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വലിയ അപകടങ്ങൾ തന്നെ സംഭവിച്ചേക്കാം. പിന്നെ എല്ലാം ഈശ്വര കടാക്ഷം. എല്ലാത്തിലുമുപരി ഭഗവത് പ്രസാദമുണ്ടെങ്കിൽ മാത്രമേ ഏതു മാന്ത്രിക വിദ്യയും വിജയിക്കുകയുള്ളൂ. ചിട്ടയായ ഉപാസനകളിലൂടെ അത് നേടിയെടുത്താൽ മാത്രമേ ഒരു നല്ല മാന്ത്രികനാകാൻ കഴിയൂ. അതങ്ങയ്ക്ക് വേണ്ടുവോളം ഉണ്ടല്ലോ. സാക്ഷാൽ കൈലാസം ഉൾപ്പെടെ ഈ ഭാരതത്തിലെ എല്ലാ പുണ്യസ്ഥലങ്ങളിലും അങ്ങ് ദർശനം നടത്തിയ കാര്യങ്ങളും നാം കേട്ടിരിക്കുന്നു. അതും ഈശ്വര കടാക്ഷത്താൽ സാധ്യമായതാണ്. നമ്മുടെ വിദ്യകൾ ഭാരതത്തിലെ ഒട്ടുമിക്ക രാജധാനികളിലും അവതരിപ്പിക്കാനും പുരസ്കാരങ്ങൾ നേടാനും ഈശ്വര കടാക്ഷത്താൽ ഈ ഉള്ളവന് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വെറും തട്ടിപ്പ്, കൺകെട്ട്, മറ്റുള്ളവരെ പറ്റിച്ച് കൊള്ളയടിക്കാനുള്ള തന്ത്രം. ഓ, എന്താ പേര്? ഫൽഗുണൻ. എന്താ? ഫൽഗുണൻ. ഇങ്ങടുത്ത് വരൂ. ആര്? ഞാനോ? വരാവേ. ഇതൊന്ന് പിടിക്കാവോ? എന്താണാവോ? എന്താ പറഞ്ഞത്? അത് അങ്ങ് വെറും മാന്ത്രികനല്ല, മഹാമാന്ത്രികനാണെന്ന് പറയുമായിരുന്നല്ലേ? ആണെന്ന്. ഫൽഗുനന് ഞാനൊരു സമ്മാനം തരട്ടെ? വാ. പത്മിനി എന്റെ പത്നിയാ. ഇവൾ കൂടെ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. കൊടുക്കാം. കൈലാസനാഥ. സ്വർണമുട്ട. ഈ സ്വർണമുട്ട ഫൽഗുന് കൊടുക്കൂ. നീ തന്നെ. അത് ഫൽഗുന് സ്വന്തം. സന്തോഷമായോ? ഓ, അയ്യോ. കടിച്ചു കാണുമോ എന്തോ? കളഞ്ഞോ? ഫൽഗുന, അറിഞ്ഞുകൂടാത്തതിനെ കുറിച്ച് ഇനി ഒരിക്കലും അഭിപ്രായം പറയരുത്. അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്, അറിയാവോ? ക്ഷമിക്കണം, ഇനി ഞാൻ ആരെയും കുറ്റം പറയില്ല. നല്ലത്. മഹാരാജൻ, മാന്ത്രികനൊരിക്കലും ഒരു അമാനുഷിക ശക്തിയില്ല. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ
പ്രേക്ഷകനിൽ മിഥ്യാധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പ്രേക്ഷക വൃന്ദത്തെ ആസ്വദിപ്പിക്കുന്ന ഒരു കലയാണ് മായാജാലം. ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, കൺകെട്ട് എന്നിങ്ങനെയും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത്ഭുതങ്ങൾ കാണിച്ച ശേഷം അമാനുഷികമായ കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണ്. തമ്പാൻ, അങ്ങയോടത്തുള്ള നിമിഷങ്ങൾ ആനന്ദകരവും വിജ്ഞാനകരവുമായിരുന്നു. എന്തായാലും ഇന്ന് മടക്കമരുത്. പന്തള രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഇന്നിവിടെ തങ്ങാൻ മനസ്സ് കാട്ടണം. തീർച്ചയായും അങ്ങയുടെ ആതിഥേയത്വം നാം മനസ്സുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു. മന്ത്രി, തമ്പാൻ ഇന്ന് നമ്മുടെ അതിഥിയാണ്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുക. കൽപ്പന പോലെ. ഉം. കമലം, ഓ, അത്താഴം ഗംഭീരമാക്കണം. തീർച്ചയായും. ഇന്നത്തേക്ക് സഭ പിരിയുന്നു. തമ്പാൻ വന്നട്ടെ. നമുക്ക് അകത്തളത്തിലിരുന്ന് വിശദമായി സംസാരിക്കാം. അങ്ങനെയാകട്ടെ. വരൂ. ഫൽഗുന, എന്തോ ഇങ്ങോട്ടാ. കൈപ്പുഴത്തമ്പാൻ അദ്ദേഹത്തിന്റെ അറയിലേക്ക്. നേരം പുലർന്നാൽ കോപ്പ നിറയെ ചൂടുള്ള പശുവിൻ പാല് വേണമെന്ന് അദ്ദേഹം ചട്ടം കിട്ടിയിരുന്നു. അതിന് നീ എന്തിനു പോകണം? ഏതെങ്കിലും സേവകന്റെ കയ്യിൽ കൊടുത്തുവിട്ടാൽ പോരായിരുന്നോ? ഇത് തമ്പാൻ അദ്ദേഹത്തെ കാര്യമായിട്ടൊന്ന് കൈമണിയടിക്കാനാ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് ജാലവിദ്യ പഠിച്ച് തമ്പുരാന്റെ മുന്നിൽ അവതരിപ്പിച്ച് കൈയടി വാങ്ങണം. നടന്നതുപോലെ തന്നെ. വാ, ഞാനും അങ്ങോട്ടേക്കാ. മന്ത്രി അങ്ങൊന്നും ജാലവിദ്യ പഠിക്കാൻ പോവുകയാണോ? അതിനല്ല മണ്ട. പിന്നെ തമ്പുരാൻ സ്നാനത്തിന് തയ്യാറായി നിൽക്കുക. ആ, നദിയിലേക്ക് തമ്പാനും വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. വാ. ജാലവിദ്യ ഞാൻ ഒപ്പിച്ചെടുക്കും. ഇങ്ങനെ പതിയെ നടന്നാല് അവിടെ എത്തുമ്പോഴേക്കും പാലാറിപ്പോവും. ഉറക്കമുണർന്ന് കാണുന്നുണ്ട്. കണ്ടാ മതിയായിരുന്നു. വിളിക്കേ. മന്ത്രി അങ്ങുന്നേ. എന്നെയല്ല, തമ്പാനെ വിളിക്കേ. ശുഭദിനം. നിദ്രയ്ക്ക് ഭംഗമൊന്നും ഉണ്ടായി കാണില്ല എന്ന് വിശ്വസിക്കുന്നു. സുഖനിദ്ര തന്നെ ലഭിച്ചു. കിഴക്കൻ മലയിൽ നിന്ന് വീശിയ കാറ്റിന് സുഖകരമായ തണുപ്പും സുഗന്ധവും ഉണ്ടായിരുന്നു. എന്താ ഫൽഗുണ, ഇപ്പോഴും ഭയം വിട്ടുമാറിയില്ലേ? ക്ഷമിക്കണമെന്നേ, അങ്ങേക്ക് മനസ്സ് വായിക്കാൻ അറിയാവുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പ്രഭാത സ്നാനത്തിനും അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനും കൂടെ വരുന്നുണ്ടോ എന്ന് തമ്പാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ തിരുമനസ് പറഞ്ഞു. നമ്മുടെ കുളിയും തേവാരവുമെല്ലാം 7:30 വെളുപ്പിന് കഴിഞ്ഞു. എങ്കിലും തിരുമനസ്സുമൊത്തു നീരാട്ടിനായി നാമും നദിയിലേക്ക് വരാം. സന്തോഷം. അങ്ങേക്കുള്ള പാല് നാം പാനം ചെയ്തുകൊള്ളാം. ഉം. ഉം. ഫൽഗുനന്
നമ്മോടെന്തോ ചോദിക്കാനുണ്ടല്ലോ. അയ്യോ, സമ്മതിക്കണം. അങ്ങിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനാവില്ല. ചോദിച്ചോളൂ. ചോദിച്ചോട്ടെ. ഉം. അടിയന് ജാലവിദ്യ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, പഠിക്കാമല്ലോ. ആ, നാളെ സരസ്വതി യാമാരംഭത്തിൽ ഉണർന്ന് നദിയിൽ 108 തവണ മുങ്ങി നിവർന്ന് ഈറനോടെ 108 പൊൻപണം ഗുരുദക്ഷിണയുമായി ആ, ബ്രാഹ്മമുഹൂർത്തത്തിൽ നമുക്ക് മുന്നിലെത്തുക. സരസ്വതീയാമം, പാതിരാത്രി. ഈശ്വര, നിദ്രാഭംഗം, മരം കൊച്ചുന്ന തണുപ്പ്, നദിയിൽ 108 തവണ മുങ്ങൽ, ജ്വരം, ദീനം, 108 പൊൻപണം, ധനനഷ്ടം. വേണ്ട. എന്താ ഫൽഗുണ, ഉം. ആകെ നഷ്ടം തന്നെയല്ലേ? ഏ? വേണ്ടല്ലേ? വേണ്ടങ്ങുന്നേ. ശരി, നിങ്ങൾ നടന്നോളൂ, നാം എത്തിക്കോളാം. ഉം. എന്നാലും രണ്ടിടങ്ങാഴി പാലെടുത്തെങ്കിൽ അതും കുടിച്ചു തീർത്തേനെ. ഫൽഗുന, ഉം. ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയാളുടെ മുന്നിൽ പോയി നിൽക്കണ്ട. ഉം. എല്ലാം അയാൾ കണ്ടുപിടിച്ച് തത്ത പറയും പോലെ പറയും. ആ, മഹാരാജാവങ്ങനോ അറിഞ്ഞാ പിന്നെ നമ്മുടെ തല നിലത്തുരുളും. അത് മറക്കണ്ട. ഇനി അത് മാത്രം ഞാൻ ഓർമ്മിച്ചോളാം. എന്തോന്ന്? തല കിടന്നുരുളന കാര്യം. വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ടാ. എന്നാലും പാല്. തമ്പുരാനെ, നമ്മുടെ നാട്ടിലെ ഈ പമ്പാ നദിയിലെ സ്നാനം എങ്ങനെയുണ്ട്? അതാണ് തമ്പാനെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെ രഹസ്യം. ഈ തെളിമയാർന്ന പമ്പാ നദിയിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ ശരീരം മാത്രമല്ല, മനസ്സും പരിശുദ്ധമാണ്. കാടും മലകളും താണ്ടി പമ്പയുടെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന ഈ പുഴയിലെ ജലം ഏറെ ഔഷധഗുണം നിറഞ്ഞതാണ്. ഇതിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ എന്തൊരു ഉന്മേഷമാണെന്നറിയാമോ? എന്റെ ഉന്മേഷത്തിന്റെ രഹസ്യവും ഈ പുഴയിലെ കുളിയാ. ഫൽഗുന, നാവടക്കി. അടയ്ക്കാമേ. സത്യത്തിൽ ഈ പുഴയാണ് ഈ രാജ്യത്തിന്റെ ഐശ്വര്യം. ഈ ജലസമ്പത്തിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കാർഷിക സംസ്കാരവും അതുവഴി ജീവിതാഭിവൃദ്ധിയും നിലനിൽക്കുന്നത്. ജലം അമൂല്യമാണ്. അത് കാത്തു സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയും പ്രതിജ്ഞാബദ്ധരുമാണ്. എന്നാ പിന്നെ നീരാട്ട് ആരംഭിക്കാം അല്ലേ മഹാരാജൻ? അതെ, അതിങ്ങ് തരിക. ഈ പുഴയിലിപ്പോ മുതലകളുടെ ഉപദ്രവം ഉണ്ടോ തമ്പുരാനെ? മുതലകളോ ഈ പുഴയിലോ? ഹേ, ഇല്ല തമ്പാനെ. മുതല പോയിട്ടൊരു മീൻ പോലും ഇല്ല. മിണ്ടുന്നില്ല. അയ്യോ തമ്പാനെ, തമ്പാൻ, തമ്പാൻ. ഈ പുഴയിൽ മുതലയോ? ഇന്നുവരെ കേട്ട് കേൾവി പോലും ഇല്ലാത്ത സംഭവം. ആരെവിടെ? നോക്കി നിൽക്കാതെ തമ്പാനെ രക്ഷിക്കൂ. ഇറങ്ങി വേഗമാവട്ടെ.
നീ ഇവിടേക്ക്. ഇറങ്ങും മുമ്പ് തമ്പാൻ ചോദിച്ചതാണ് ഈ പുഴയിൽ മുതലയുണ്ടോന്ന്. ഇല്ല എന്നുള്ള നമ്മുടെ വാക്ക് വിശ്വസിച്ചാണ് പാവം പുഴയിലിറങ്ങിയത്. പക്ഷെ അതൊരു ദുരന്തമായി മാറിയല്ലോ ഭഗവാനെ. ഒരു അപശകുനം പോലെ തമ്പാന്റെ സംശയം അർത്ഥവത്തായല്ലോ മഹാരാജൻ. തമ്പുരാനെ, ഇവിടെ ആരുമില്ല തമ്പുരാനെ. ഭഗവാനെ, കൈലാസനാഥ, എന്തൊരു പരീക്ഷണമാണിത്. ഏയ് മാധവൻ ചേട്ടാ, എന്താണ് എല്ലാരും ധൃതിയിൽ? അറിഞ്ഞില്ലേ, കുളിക്കാൻ ഇറങ്ങിയ കൈപ്പുഴ തമ്മാനെ മുതല പിടിച്ചു വന്നു. ഈ പുഴയിൽ മുതലയോ? എന്തായാലും വരൂ, നോക്കാം. പന്തളത്തിന്റെ യശസ്സിന് ഒരു തീരാ കളങ്കമായി പോയല്ലോ മന്ത്രി തമ്പാന്റെ ദുരന്തം. കുറച്ചുനാളെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നുള്ളെങ്കിലും ആ വിയോഗം നമ്മെ വല്ലാതെ തളർത്തുന്നു. തളരരുത് തിരുമനസേ. വിധിയെ തടക്കാൻ ആർക്കും ആവില്ലല്ലോ. എന്താ തിരുമനസേ മുഖം വാടിയിരിക്കുന്നത്? നദിയിലിറങ്ങിയപ്പോ തമ്പാൻ അദ്ദേഹത്തെ മുതല കടിച്ചുകൊണ്ടുപോയി. പുഴയാകെ മുങ്ങിത്തപ്പി, എങ്ങും കണ്ടെത്താനായില്ല. സ്നാനവും കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി വരാമെന്ന് പറഞ്ഞ് പോയതാ. എന്നിട്ട് ഈ ഗതിയായല്ലോ ഭഗവാനെ. മുതലയ്ക്കെന്ത് മാന്ത്രികൻ? അതിന്റെ വായിപ്പെട്ട വല്ല രക്ഷയുണ്ടോ? എന്താ റാണി ഈ അശുഭ വാർത്ത കേട്ട് ചിരിക്കുന്നത്? ആനന്ദം അവനവനിൽ തന്നെയുള്ളതാണ്. അത് പുറമേ നിന്ന് നേടേണ്ട ഒന്നല്ല. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം.
മമ മംഗളം ശ്രുതിശിരോലങ്കാര